നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള സാരി കാണാം. ഫങ്ഷൻ വെയർ സാരീസാണ് മെയിൻലി ആയിട്ടുള്ളത്. ഇത് കണ്ടോ, സെമി ടസർ. ഞാൻ റീസ്റ്റോക്ക് കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. റീസ്റ്റോക്ക് വിത്ത് ബോർഡർ കട്ട് വർക്ക്, എംബ്രോയ്ഡറി വിത്ത് കട്ട് വർക്ക് ചെയ്ത സാരി. ഇതൊരു നല്ലൊരു സാൻഡൽ ഷെയ്ഡ് വരും. ഇത് കണ്ടോ, സെമി ടസറാണ്. നല്ല ടസറിൻ്റെ എല്ലാ ഒരു ഫീൽസും തരുന്ന ഒരു സാരി. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചെറിയ വൈറ്റ് ഷെയ്ഡിൽ ഒരു സൈസ് ബൂട്ടാസ് പോയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് സാരി. നേരത്തെ നിങ്ങൾ പലരും വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സാരി എപ്പോൾ വന്നാലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുന്താണി എന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു സംഭവമില്ല. മുന്താണി ഈ ഒരു കട്ട് വർക്ക് തന്നെ ഇങ്ങനെ തന്നെ ചെയ്തിരിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ മുന്താണിയായിട്ട് അങ്ങനെ ഒരു സാധനമില്ല, ഇങ്ങനെ തന്നെയാണ്. ആ ഒരു സ്കാലപ്പ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ബ്ലൗസ് വരുമ്പം ഇതാ പ്ലെയിന് ഇത് വരും. ബ്ലൗസ് ഉണ്ടോ, ബ്ലൗസിൽ ഒന്നുമില്ല. പക്ഷേ ബോഡി ഫുള്ള്, താഴത്തെ ബോർഡർ ഫുള്ള് ഈ ഒരു കട്ട് വർക്കുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രമല്ല, മുഴുവനുമുണ്ട്. ആ ഒരു കട്ട് വർക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ മുകളിൽ സ്കാലപ്പ്. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് ഇവിടെ ഇപ്പം വന്നിരിക്കുന്ന ഇതൊരു ഡാർക്ക് പിസ്ത ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡാണ്. അടുത്തത് കാണിച്ചാൽ ഒരു ഇതുമില്ല, സെൽഫായിട്ടുള്ളത് കണ്ടോ. ഇതിൻ്റെ കളറിലും ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇതൊരു ബെയ്ജ് കളറ് മിക്സ് ആയിട്ടുള്ള, ക്രീം ബെയ്ജ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. അതിൻ്റെ സെൽഫ് പ്രിൻ്റാണ്. ആ സെയിം പ്രിൻറ്റിൻ്റെ ഡിസൈൻ എല്ലാം സെയിം ആണ്. പക്ഷേ ഇവിടെ ഒരു ക്രീം അല്ലെങ്കിൽ വൈറ്റ് ഈ ഒരു കളർ തന്നെയാണ്, കോൺട്രാസ്റ്റ് അല്ല. സെയിം സാരി കണ്ടോ. അതിന് ഈ പറഞ്ഞ പോലെ മുന്താണി ഒന്നും പ്രത്യേകിച്ച് ഒരു സംഭവമില്ല. ആ ഒരു എംബ്രോയ്ഡറി ഇതേ ഉള്ളൂ. ഈ ഇതൊരു വരും ബ്ലൗസായിട്ട്. കണ്ടോ കണ്ടോ കണ്ടോ, എത്ര പ്രാവശ്യം പറയുന്നത് അല്ലേ, കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത് അല്ലേ. ഇത് സെയിം സാരി തന്നെയാണ്. ഇവിടുത്തെ താഴത്തെ വർക്കിലൊരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം. ഇതിന് കട്ട് വർക്ക് ഇങ്ങനെ വന്നേച്ച് മേളിലായിട്ട് എംബ്രോയ്ഡറി വരിക. മറ്റേതെന്ന് പറഞ്ഞാൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ആ കട്ട് വർക്ക് ചെയ്തതിൻ്റെ കട്ട് ചെയ്ത് വിടാതെ എൻ്റെ സ്കാലപ്പും ചെയ്തിരിക്കുക കേട്ടോ. കണ്ടോ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി, നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ്. കല്യാണങ്ങൾക്കൊക്കെ ഉടുക്കാനും എന്നെ ഫംഗ്ഷനുകൾക്കൊക്കെ ഉടുക്കാനും നല്ല ഗെറ്റപ്പ് തോന്നിക്കുന്ന, ഏജ് ബാർ ഇല്ലാതെ ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. പിന്നെയുള്ള ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് ബ്ലൗസ് വേണമെങ്കിൽ വേറെ കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ള ഇത് നല്ല ഡാർക്ക് സിൽക്ക് ബ്ലൗസ് ഇടാം. ടസറിൻ്റെ സെമി ടസറാണ്. ടസറിൻ്റെ എല്ലാ ഫീലും കിട്ടുന്നുണ്ട്. നല്ല നല്ല എനിക്കതാ പറയാനുള്ളത്. ഇത് കാണുമ്പോഴല്ല അട്രാക്ഷൻ, അത് ഉടുത്ത് കഴിയുമ്പോഴാണ് നീ അട്രാക്ഷൻ ഇട്ട് നല്ലൊരു ഇപ്പം ബ്ലൗസിൻ്റെ ചേരുന്ന മാലയൊക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതൊക്കെ കൊടുത്ത് കാണിക്കണം, എന്നാലേ ആൾക്കാർക്ക് കുറച്ചും കൂടി അതിനകത്തെ പറ്റി ഒരു അറിയാവുന്നവർക്ക് നല്ലതായിട്ട് അറിയാം. ഇവിടെ മുമ്പേ വന്നത് പിസ്ത ഗ്രീൻ അല്ലേ, ഇവിടെ ഇതിപ്പം കോഫി ബ്രൗൺ ഷെയ്ഡ്. വേറെ ബാക്കിയെല്ലാം സെയിം തന്നെ, കോഫി ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഈ കളറുള്ള ബ്ലൗസൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഡാർക്ക്, നല്ല ഇച്ചിരി സിൽക്കി ആയിട്ടുള്ള ബ്ലൗസൊക്കെ ഇട്ടിട്ട് ആ കളർ തന്നെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേളുമാല വൈറ്റ് ഇടുവാണെങ്കിൽ ഏറ്റവും രസം എന്ന് എൻ്റെ ഒരു നോട്ടം കേട്ടോ. എൻ്റെ നോട്ടത്തിൽ ഞാൻ പറയുന്നതാണേ. ഇനി വേറെ സാരി കാണിക്കാവേ. ഇതാ ഈ സാരി, നിങ്ങൾ ഇതിൻ്റെ മോഡൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമുക്കിത് എപ്പോഴും പോകുന്ന സാരി ആയതുകൊണ്ട് റീസ്റ്റോക്ക് വരുമ്പോൾ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഇതിന് ധാരാളം ആൾക്കാരുണ്ട്. നോക്ക്, ഇതിൻ്റെ ബനാറസി വീവിങ് ബോഡിയിലുണ്ടല്ലോ, ഒരു ഫുൾക്കാരിയുടെ ഒരു വീവിങ്ങും കൂടെ വന്നിട്ടുണ്ട്. ഫുൾക്കാരി അല്ല ശരിക്കും, ഫുൾക്കാരിയുടെ ആ ഒരു വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, അതായത് ഫുൾ ബോഡി എംബ്രോയ്ഡറി വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പച്ചയും നല്ല ഡാർക്ക് പിങ്കുമാണ്, റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡുമാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലത്തെ ബോർഡർ അടിപൊളിയാണ്. കണ്ടോ സാരി, നല്ല രസമല്ലേ. ആ ഒരു മാംഗോ പ്രിന്റിന് തന്നെ ആ ഒരു എടുപ്പാന്നറിയോ, കണ്ടു കഴിഞ്ഞാൽ കൊതിച്ചു പോകും പെൺമനങ്ങൾ. ഇതാണ് മുന്താണി, കണ്ടോ, അടിപൊളി. നീം സെറി ബോർഡർ, നീം സെറി മുന്താണി. ആ ഒരു സെറിക്ക് കണ്ണ് വെക്കുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഞാനിങ്ങനെ എപ്പോഴും സാരി ഉടുക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ. ഇതാ ബ്ലൗസ്, രസമാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ധാരാളം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം റീസ്റ്റോക്ക് വന്നപ്പോൾ അത്രയും കിട്ടിയിട്ടില്ല, എല്ലാ കളറും ഒന്നും കിട്ടിയില്ല. പിന്നെ എല്ലാ കളറും ഓൺലൈനിലും എടുത്ത് കാണിച്ചാലും ശരിയാകത്തില്ല. കടയിൽ വന്നു കഴിയുമ്പോൾ
മൊത്തം തീർന്നെന്ന് പറയല്ലേ ആൾക്കാർ, അല്ലേ പിന്നെ കണ്ടുമെടുത്തെന്ന് പറയല്ലേ. അതുകൊണ്ട് നല്ല രസമാട്ടോ. ഈ ബോർഡറാണ് അതിൻ്റെ ഏറ്റവും എന്നെ ആകർഷിക്കുന്ന ഒരു സാധനം. നമ്മളുടെ ശരീരത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോണ്ടല്ലോ, ഇതുണ്ടോ, ഇട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇത്. അതിങ്ങനെ 1 പ്ലീറ്റ്സ് ആയിട്ടാണേലും ഇങ്ങനെ ഇത് പ്ലീറ്റ് ചെയ്തിട്ടൊക്കെ ആണേലും. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫങ്ഷനുകളുടെ കാലമല്ലേ, അപ്പം നല്ലതല്ലേ. പല ടൈപ്പ് സാരി ഞാൻ കാണിക്കുന്നത്, എല്ലാം ഒരേ മോഡലല്ല, ബനാറസിയാണ് മെയിൻ. ഇത് ഇങ്ങനെ റേറ്റും വ്യത്യാസമുണ്ട്, പല റേറ്റിലുള്ളതുണ്ട്. ബോഡിയിലെ വർക്കിൻ്റെ വ്യത്യാസം, സ്റ്റഫിൻ്റെ വ്യത്യാസം, ബനാറസി വീവിങ്ങിൻ്റെ വ്യത്യാസം, അങ്ങനെ പലത്. ഇത് നല്ല ഒരു പിസ്ത ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡ്, എന്നിട്ട് നല്ല മജന്ത ബോർഡർ, നല്ല എടുപ്പുള്ള സാരി. ഇത് വിസ്കോസ് എന്ന് പറഞ്ഞാൽ ഈ കട്ടി കുറഞ്ഞല്ല, ഇച്ചിരി ഒരു ബനാറസിൻ്റെ ആ ഒരു കട്ടിയുള്ള, വലിയ ഓവർ കട്ടിയല്ല ഞാൻ പറഞ്ഞത്. വിസ്കോസ് ഒഴുകി പോകുന്ന ടൈപ്പ്, അതായത് ഫ്ലോയി ആയിട്ടുള്ള വിസ്കോസ് ഉണ്ട്, അങ്ങനത്തേതല്ല. ഇതുവരെ മുന്താണി. എന്നെ രസം നോക്ക് നിങ്ങൾ, കണ്ടോ? ബ്ലൗസ് കാണിച്ചു തരാവേ. ഇതാണ് ബ്ലൗസിലും ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട്, കൈക്ക് വെക്കാൻ പ്ലെയിൻ വന്നിട്ട് അങ്ങനെ ബോർഡറുമായിട്ട്. ഇതാ അടുത്തത് നല്ല ബനാറസി സാരി. മഞ്ഞയും പച്ചയും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മഞ്ഞയും പച്ചയും കഴിഞ്ഞിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, തീർന്നോന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പം മഞ്ഞയും മെറൂണും, നല്ല ഡാർക്ക് മെറൂൺ, നല്ല സാരി കേട്ടോ. റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ഇതിനകത്ത് ഈ ബനാറസി സാരീസ് എന്ന് പറഞ്ഞ് വരുമ്പോഴേ നല്ല റേറ്റ് കൂടിയതും വരുന്നുണ്ട്, വളരെ റേറ്റ് കുറഞ്ഞതും വരുന്നുണ്ട്. പക്ഷെ ഞാനുള്ള കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോഴേ അതിൻ്റെ സ്റ്റഫിൻ്റെ വ്യത്യാസം പോലും തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമല്ലോ, മീൻസ് കാശ് മുടക്കാൻ അത്ര പറ്റത്തില്ലാത്തവർക്കും സാധിക്കുമല്ലോ. എന്നിട്ട് ഈ ഒരു ഡാർക്ക് മെറൂണയിൽ ഈ ഒരു ബ്ലാക്ക് സെറി വരുന്നതാണ് മുന്താണി കേട്ടോ. ബോർഡറിനും അങ്ങനെ തന്നെ ഗോൾഡൻ നൂലല്ല, ബ്ലാക്ക്, നമ്മളെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഒക്കെ നൂലെന്ന് പറയല്ലേ, അങ്ങനത്തെ ഒരു നൂലാണ് പോയിരിക്കുന്നത്. ബ്ലൗസ് ഈ കാണുന്ന മുന്താണിയുടെ അറ്റത്താണ് ബ്ലൗസ് കേട്ടോ. ബ്ലൗസ് ഇങ്ങനെ ബ്രൊക്കേഡ് ബ്ലൗസ് കണ്ടോ, നല്ല രസമാണ്. ഏത് രീതിക്ക് വേണം തന്നെയായിരുന്നു. അതിപ്പോൾ പറയുക എന്നാന്നറിയോ, വെട്ടം ഓവറായിട്ട് അടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഓവർ തിളക്കം ഫീൽ ചെയ്യാന്ന്. പക്ഷെ തിളക്കമല്ല, നല്ല സ്റ്റാൻഡേർഡാണ്. ഇങ്ങനെ ഓവറായിട്ട് അങ്ങ് തിളങ്ങി നിൽക്കുന്ന ഒരു ഇതല്ല ഇതിൻ്റെ ഇത്. ഇപ്പം കറക്റ്റാണ് അല്ലേ? ഇപ്പം കാണുന്നത് കറക്റ്റാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. വെട്ടം കാണുമ്പോൾ എല്ലാവരും ഓർക്കും ഭയങ്കരം കളറാണ്. അങ്ങനത്തെ കളറല്ല കേട്ടോ. യെല്ലോ ഇച്ചിരി എടുപ്പുള്ള കളർ, ആ കളർ അങ്ങനെ തന്നെ വേണം. ആ എടുപ്പ് ബോഡിക്കും പിന്നെ ബോർഡറെ വരുമ്പം വേറൊരു രീതിക്കും ഇച്ചിരി ഡിമ്മായിട്ടും വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നത്. അടുത്തത് നല്ല പീച്ചിൽ ഇങ്ങനൊരു ബോർഡർ കണ്ടോ. ഇതും വിസ്കോസ് ബനാറസിയാണ്. ബോർഡർ ഇങ്ങനെ എല്ലാം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. നല്ലൊരു പീച്ച് കളർ കണ്ടോ. ഇതിൽ ആ ഒരു സെൽഫ് ഡിസൈൻ വരുമ്പോൾ നോക്ക് എന്നാ രസമാണ്. മുന്താണിയാണേ. ബ്ലൗസ് വരുമ്പോൾ സെയിം തന്നെ, കോൺട്രാസ്റ്റ് അല്ല. ഈ ഒരു ബോർഡർ കയ്യെ വരും കണ്ടോ, ബോർഡർ കയ്യെ വരും, അത്രേ ഉള്ളൂ. നല്ലൊരു പീച്ച് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലാത്ത അത്രയും ഭംഗി ആ പീച്ചിന്. ഇനി ബ്ലാക്ക് പ്ലെയിന് കണ്ടോ, പ്ലെയിന് ഒരു മെഹന്തി ബോർഡർ വരുന്നത്. മുന്താണി അങ്ങനെ തന്നെ വരും. മുന്താണി ഉണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ആ ഒരു കോപ്പർ ഷെയ്ഡിൽ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മെഹന്തി ഷെയ്ഡിൽ വന്നു കഴിയുമ്പോൾ ജെറ്റ് ബ്ലാക്കല്ല, അതൊരു ഭയങ്കര എടുപ്പാട്ടോ. അങ്ങനെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. ബുട്ടാസ് വേണ്ട എന്ന് വിചാരിക്കുന്നവർ. അതിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ സെയിം തന്നെയാണ് ബ്ലൗസ്, അങ്ങനെ തന്നെ തയ്ക്കാം. ആ ഒരു ഇത് ബോർഡർ കയ്യിൽ വെച്ച് ചെയ്യാം. പിന്നീട് ബനാറസിയുടെ മറ്റൊരു ഐറ്റം പച്ചയും ഒരു മെറൂണും. ബുട്ടാസ് മുമ്പ് ഞാൻ ആദ്യം കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ വേറൊരു കളർ. എല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ റേറ്റിലും കാര്യത്തിലൊക്കെ വ്യത്യാസം കാണുമായിരിക്കും കേട്ടോ. അത് മെറ്റീരിയലിൻ്റെ സ്റ്റഫിൻ്റെ ഇതിൻ്റെയൊക്കെ മറ്റേ കണ്ടതിൻ്റെ തന്നെയാണ് തോന്നി. ഇത് കണ്ടിട്ട് മുന്താണി കണ്ടിട്ട്
അതിൻ്റെ വേറെ കളറാണെന്ന് തോന്നുന്നു. നല്ല ഡാർക്ക് മെറൂണും പാരറ്റ് ഗ്രീനും. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ബോർഡർ കാണിച്ചല്ലോ, ആദ്യം കാണിച്ചില്ലേ അത്. ഇതൊക്കെ ഇച്ചിരി റേറ്റ് കുറവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പല റേറ്റിലുള്ളത് വരുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാം കൂടെ കുറച്ചെണ്ണം അങ്ങ് മിക്സ് ആയിട്ട് എടുത്ത. ഇത് മുന്താണി. ബ്ലൗസ് വരുമ്പോൾ ഉണ്ടല്ലോ, മുന്താണിയുടെ അറ്റത്താണ് ബ്ലൗസ്. ഈ ഒരു ബ്ലൗസ് വരും, ബ്രൊക്കേഡ് ബ്ലൗസ്. ബോഡി വരുമ്പോൾ എന്തേണ്ടേ നേവി ബ്ലൂ വിത്ത് പീക്കോക്ക് ബ്ലൂ. ഇനി ഒരു സാരി, 2 സാരി കൂടി ഉണ്ട്, 3 സാരി കൂടി ഉണ്ട്. ഇത് പീച്ച് വിത്ത് മജന്ത. മുമ്പേ ഇതെല്ലാം പല മോഡൽ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിരിക്കുക. പല വിലയുടെ ഒരേ മോഡൽ ഒന്നിച്ച് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. കാണിക്കുമ്പോഴാണ് അതിൻ്റെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ കാണിച്ചതിൻ്റെ ഇതിന് മുന്നേ കാണിച്ചതിൻ്റെ വേറെ കളറ്. അത് ഇതിപ്പോൾ ഡാർക്ക് പീച്ച്, മറ്റേതൊരു ലൈറ്റ് പീച്ചായിരുന്നു വിത്ത് മജന്ത ബോർഡർ. ബ്ലൗസും അത് തന്നെ കണ്ടോ, ബ്ലൗസ് അത് തന്നെ, കയ്യെ ബോർഡറുമായിട്ട്. ആ ഒരെണ്ണം മൊത്തത്തിൽ കണ്ടത് കൊണ്ടാണ് ഞാൻ പിന്നെയും കാണിച്ച് ഇതാക്കാത്ത കേട്ടോ. ഇത് കണ്ടോ, ഇത് ബോഡിയെ നിറച്ചും ഇങ്ങനത്തെ സെറിയുള്ള, അത് ഒത്തിരി പേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേക ലുക്കുണ്ട് അതിന്. ഇത് കണ്ടോ, ഇത് വരും മുന്താണി. ഇതില്ലേ മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്കാണ് ബോഡി വരുന്നത്. മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് കട്ട് ചെയ്തേക്കുന്നതാണ്. ബ്ലൗസ് പ്ലെയിനേൽ ഈ ഒരു ബ്ലൗസ് വരും. ബ്ലൗസ് കട്ട് ചെയ്ത് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് സാരി. നല്ല രസമല്ലേ ഇങ്ങനെ ലഹരിയ ഡിസൈൻസിൽ, ലഹരിയ ഇതിൽ മറ്റേ വീവിങ് പോയിരിക്കുക, ബ്ലാക്ക് സെറിയായിട്ട്. ഇനി ഇത് ഇങ്ങനത്തെ ഒന്നും അല്ലാത്ത വേറൊരു മോഡൽ ഞാൻ സാരി കാണിക്കാവേ. നല്ലൊരു സാരിയാണ്. ഈ ടെമ്പിൾ ബോർഡർ വരുന്നത് ഞാൻ വന്നിട്ട് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാ. ഇത് കണ്ടോ, നല്ലൊരു ഫങ്ഷന് നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാരി. ഇതിൻ്റെ വീവിങ് നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ബോർഡർ, ഇത് കണ്ടോ, ബോഡി ഇങ്ങനെ ഇരിക്കും ഫുള്ള്. ഈ ടിഷ്യൂ സിൽക്കില്ലേ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ സ്റ്റഫാണ്. ആ ഒരു മുന്താണിയും ബോർഡറും അതും ബ്ലൗസും എല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു ഭംഗിയായി. ഇതേ കൂടെ ഒരു സെൽഫ് ഡിസൈൻ പോകുന്നുണ്ട്. അത് പക്ഷേ നേരെ ലൈറ്റ് അടിച്ചിട്ട് ഭയങ്കര വെട്ടിത്തിളങ്ങി നിൽക്കുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തിളക്കമില്ലാതെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇതിന് ഇച്ചിരി തിളക്കമുണ്ട്, പക്ഷെ ഓവറായിട്ടുള്ള തിളക്കം അല്ല. അതിനൊക്കെ ഇങ്ങനെ ഒത്തിരി ഭയങ്കര തിളക്കമാണ്. എന്നാ പറയുന്നത്, സാരിയെ കാണുമ്പോൾ വിദ്യക്ക് എണീറ്റ് കൂടെ എന്ന് ചിന്തിക്കുന്നുണ്ടോ? വേണ്ട. ഇങ്ങനെ ഇതാണ് ബോർഡർ. 2 സൈഡിലത്തെയും ബോർഡർ ഇങ്ങനെ. താഴെ വരുന്ന ബോർഡറാണ് ഇത്. വെളി വരുന്ന ബോർഡർ ഒന്നുകൂടെ കാണിക്കാം. ചെറിയൊരു വ്യത്യാസമുണ്ട്. അത്രയും തന്നെ വീതില്ല, വിട്ടില്ല, ഇങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.